വിജയന്റെ ശിഷ്യ തന്നെയാണ് താനെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ്. ആശാവർക്കർമാരുടെ വിഷയത്തിൽ മാധ്യമങ്ങളോട് ക്ഷുഭിതയായിട്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസാരിച്ചത്. പണ്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് ആരും മറന്നിട്ടുണ്ടാവില്ല. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ശൈലി പണ്ടേ CPM-കാർക്കുള്ളതാണ്. പറ്റില്ല എങ്കിൽ കളഞ്ഞിട്ട് പോണം, അല്ലാതെ എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ കൊണ്ടിട്ട് രക്ഷപ്പെടാമെന്ന് കരുതരുത്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താനാണ് ഡൽഹിക്ക് പോയത് എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അത് മാറ്റി താൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആശാപ്രവർത്തകർക്ക് വേണ്ടി എന്ന് അവകാശപ്പെട്ടുള്ള ഡൽഹി യാത്ര പൊളിഞ്ഞു വീണതോടെ മലക്കം മറിയുകയാണ് ആരോഗ്യമന്ത്രി. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് ഡൽഹി യാത്രയെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് വീണ ജോർജ് പറയുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിച്ചു എന്ന് പാർട്ടി പത്രമടക്കം കുറ്റപ്പെടുത്തുമ്പോഴാണ് പുതിയ ന്യായീകരണം. ആശമാരുടെ കണ്ണീരൊപ്പാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു വീണ ജോർജ് നൽകിയ പ്രതീതി. ഇന്നലെ പുലർച്ചെ ഡൽഹിയിലേക്ക് പുറപ്പെടുമ്പോഴും ആശാവർക്കർക്ക് വേണ്ടിയിട്ടായിരുന്നു വീണയുടെ ഫോക്കസ് മൊത്തം. ഡൽഹിയിൽ പറന്നിറങ്ങിയപ്പോഴും ആശമാർക്ക് വേണ്ടി എത്തി എന്ന ആരോഗ്യമന്ത്രി എന്ന പ്രതീതി നൽകാൻ വേണ്ടിയിട്ടാണ് വീണ ശ്രമിച്ചതെല്ലാം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയെ പറ്റി വ്യക്തത വരുത്തിയതുമില്ല. കൂടിക്കാഴ്ച എപ്പോഴാണ് എന്ന് ഡൽഹി കേരള ഹൗസിലെ ചോദ്യത്തോടും ഞാൻ നിങ്ങളെ കാണാമെന്ന് മാത്രമായിരുന്നു വീണ ജോർജ് നൽകിയ പ്രതികരണം. ആശമാരുടെ ഇൻസെന്റീവ് ലഭിക്കാനുള്ള ഗ്രാന്റ്, എയിംസ് എന്നിവ ചർച്ച ചെയ്യുമെന്ന് തൊട്ടു പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തു. കൂടിക്കാഴ്ച സമയം കിട്ടില്ലെന്ന് ഉറപ്പായതോടെ സമയം ലഭിച്ചാൽ കാണുമെന്ന് ലഘൂകരിച്ചു. അപ്പോഴും ക്യൂബൻ സംഘം ഡൽഹിയിലുണ്ട് താനും. അവരെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് എന്ന് തുറന്നു പറഞ്ഞില്ല. 5 മണിക്ക് ക്യൂബൻ സംഘവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അശോക ഹോട്ടലിലേക്ക് പുറപ്പെടും മുമ്പ് മാത്രമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയില്ലെന്ന് മന്ത്രി സ്ഥിരീകരിച്ചത് പോലും. നിവേദനം കൈമാറിയിട്ടുണ്ടെന്നും സമയം നൽകുമ്പോൾ വന്ന് കാണുമെന്നുമാണ് വീണ ജോർജ് പ്രതികരിച്ചത്. ആശാപ്രവർത്തകർക്ക് വേണ്ടി എന്ന് അവകാശപ്പെട്ടുള്ള ഡൽഹി യാത്ര കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനാകാത്ത വിധം പൊളിഞ്ഞു വീണതോടെയാണ് അർദ്ധരാത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ ന്യായീകരണവുമായി വീണ ജോർജ് രംഗത്തെത്തിയത്. കൊച്ചിയിലെത്തിയ മന്ത്രി ജാള്യത മറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ക്യൂബൻ സംഘത്തെ കാണാനാണ് ഡൽഹിയിൽ യാത്രയെന്നും സമയം കിട്ടിയാൽ ആരോഗ്യമന്ത്രിയെ കാണുമെന്നും ഇന്നലെ പുലർച്ചെ തന്നെ വീണ ജോർജിന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതൊന്നും പറയാതെ ഒളിച്ചു കളിച്ചാണ് കേന്ദ്രമന്ത്രിയെ കാണുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ള ഇപ്പോഴത്തെ ന്യായീകരണം. എന്നാൽ സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യമന്ത്രിയെയും ക്രൂശിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ചില മാധ്യമങ്ങൾ നടത്തുന്നത് എന്നാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത് എന്നതും അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞ സാഹചര്യവും സത്യമാണ്. എന്നാൽ അനുമതി തേടിയത് കുറ്റകരമാണെന്നും അതിൽ പ്രശ്നമുണ്ടെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. ക്ഷോഭത്തോടെയായിരുന്നു മാധ്യമങ്ങളോട് മന്ത്രിയുടെ ഈ പ്രതികരണം. അനുമതി തേടിയതാണോ നിങ്ങളുടെ പ്രശ്നം? അത് വളരെ കഷ്ടമാണ്. സർക്കാരിനെയും ആരോഗ്യമന്ത്രിയെയും ക്രൂശിക്കുന്ന തരത്തിലാണ് ചില മാധ്യമങ്ങളുടെ ഇടപെടൽ എന്നുമാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ തിരക്കായതിനാലാണ് കേന്ദ്രമന്ത്രിയെ കാണാൻ സാധിക്കാതിരുന്നത് എന്നും മന്ത്രി നൽകിയിരിക്കുന്ന ന്യായീകരണത്തിൽ പറയുന്നു.